കണ്ണൂരിൽ അന്തർസംസ്ഥാന മോഷണ സംഘം പിടിയിലായ വാർത്തയാണ് ക്രൈം നമ്പർ 1. പഞ്ചലോക വിഗ്രഹം അടക്കം മോഷ്ടിച്ച 3 അംഗ സംഘമാണ് അറസ്റ്റിലായത്. കണ്ണൂർ ബ്യൂറോയിൽ നിന്ന് പി ജോഷില ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. അന്തർസംസ്ഥാന മോഷണ സംഘമാണ് ഇരിട്ടി ഡിവൈഎസ്പി സുകുമാരൻ, CI മനോജ് അടക്കമുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വലയിൽ കുടുങ്ങിയത്. പരിയാരം സ്വദേശികളായ ബിജു, ജോൺസൺ, ഇരിക്കൂർ സ്വദേശി പ്രശാന്ത് എന്നിവരടങ്ങുന്ന സംഘം 1 കോടി രൂപ വിലമതിക്കുന്ന മുതലുകൾ പലയിടങ്ങളിൽ നിന്നായി മോഷ്ടിച്ചതായി കണ്ണൂർ SP PN ഉണ്ണിരാജൻ പറഞ്ഞു. പ്രതികളുടെ അറസ്റ്റോടുകൂടി കണ്ണൂർ, തൃശ്ശൂർ, കോഴിക്കോട്, കൊല്ലം, തിരുവനന്തപുരം, കോയമ്പത്തൂർ എന്നീ സ്ഥലങ്ങളിലുള്ള ഏകദേശം 80ഓളം മോഷണ കേസുകൾക്ക് തുമ്പുണ്ടായിട്ടുണ്ട്. ഏകദേശം 1 കോടിയിലധികം രൂപ വരെ വരുന്ന മോഷണം നടത്തുകയും മോഷണം നടത്തിയ മുതലുകൾ പല സ്ഥലങ്ങളിലായിട്ട് വിറ്റഴിക്കുകയുമാണ് ചെയ്തത്. ഇവരിൽ ബിജു, പ്രശാന്ത് എന്നിവരെ ഇരിട്ടിയിൽ നിന്നും ജോൺസണിനെ തളിപ്പറമ്പിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത്. മോഷ്ടിച്ച വസ്തുക്കളിൽ 2 ലക്ഷം രൂപയുടെ മുതലുകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. പരിയാരം മുക്കുന്ന് അമ്പലത്തിൽ നിന്നും മോഷണം പോയ 400 വർഷം പഴക്കമുള്ള പഞ്ചലോഹ വിഗ്രഹവും പോലീസ് കണ്ടെത്തി. രാജരാജേശ്വര ക്ഷേത്രത്തിലെ ചന്ദനമര മോഷണം, അമ്പലങ്ങളിലെ ഭണ്ഡാരം കുത്തി തുറന്നുള്ള മോഷണം തുടങ്ങിയ കേസുകളും ഇവരുടെ പേരിലുണ്ട്. എല്ലാവിധ മോഷണ രീതികളും ഇവർ പ്രയോഗിച്ചതായും പോലീസ് കണ്ടെത്തി. സ്പെഷ്യൽ ടെമ്പിൾ ആന്റി തെഫ്റ്റ് സ്ക്വാഡിന്റെ കീഴിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് സംഘത്തെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. തിരുവനന്തപുരം CET എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ ജീപ്പ് ഇടിച്ച് പരിക്കേറ്റ വിദ്യാർത്ഥിനിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. മലപ്പുറം വഴിക്കടവ് സ്വദേശിനി തൻസി ബഷീറിനെ കോളേജിലെ ഓണാഘോഷത്തിനിടെയാണ് ജീപ്പ് ഇടിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് 15 വിദ്യാർത്ഥികൾക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം ശ്രീകാര്യത്തെ CET കോളേജിൽ കഴിഞ്ഞ ദിവസം നടന്ന ഓണാഘോഷത്തിനിടെയാണ് വിദ്യാർത്ഥിനിയെ ജീപ്പ് ഇടിച്ചത്. 3ാം വർഷം സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി നിലമ്പൂർ വഴിക്കടവ് സ്വദേശിനി തെസ്നി ബഷീർ ഇടിയുടെ ആഘാതത്തിൽ ദൂരേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ശരീരത്തിൽ നേരിയ പരിക്കുകൾ മാത്രമുണ്ടായിരുന്ന തെസ്നിയെ സമീപത്തുള്ള ക്ലിനിക്കിൽ കൊണ്ടുപോയി മരുന്നും നൽകി. പക്ഷേ രാത്രിയായപ്പോൾ തെസ്നിക്ക് ബോധക്ഷയമുണ്ടായതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അവിടെ നടത്തിയ പരിശോധനയിലാണ് തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായ വിവരം മനസ്സിലാക്കിയത്. പിന്നീട് തെസ്നിക്ക് സർജറി നടത്തിയെങ്കിലും അവസ്ഥ ഗുരുതരമായതിനെ തുടർന്ന് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തെസ്നിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. എന്നാൽ തെസ്നിക്ക് അപകടമുണ്ടായ വിവരം പോലീസിനെ അറിയിച്ചത് മണിക്കൂറുകൾക്ക് ശേഷമാണെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. അതേസമയം തെസ്നിയെ ജീപ്പിടിച്ച സംഭവത്തിൽ 7ാം സെമസ്റ്റർ വിദ്യാർത്ഥി ജീപ്പ് ഓടിച്ചിരുന്ന ബൈജുവിനെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. ബൈജുവിനൊപ്പം 20ലധികം വിദ്യാർത്ഥികളും ജീപ്പിലുണ്ടായിരുന്നു. ഇവർ മദ്യപിച്ചിരുന്നുവെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് കേസ് അന്വേഷിക്കുന്ന മെഡിക്കൽ കോളേജ് CI അറിയിച്ചു. കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെന്നും DCP സഞ്ജയ് കുമാറും പറഞ്ഞു. ഇതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട 12 വിദ്യാർത്ഥികളെ കോളേജ് പ്രിൻസിപ്പൽ സസ്പെൻഡ് ചെയ്തു. അനുമതിയില്ലാതെ കോളേജിൽ ഓണാഘോഷം നടത്തിയ ഹോസ്റ്റൽ യൂണിയൻ ഭാരവാഹികളാണ് ഇവർ. കൂടാതെ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 3 അംഗ സമിതിയെയും പ്രിൻസിപ്പൽ നിയോഗിച്ചു. സംഭവസ്ഥലത്ത് ഫോറൻസിക് വിഭാഗവും പരിശോധന നടത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഗ്രൂപ്പ് പോരിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകൻ ഹനീഫ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലായി. മുഖ്യപ്രതികളിൽ ഒരാളായ ഫസലുവിനെയാണ് അന്വേഷണ സംഘം മലപ്പുറത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്തത്. ഹനീഫയെ വീട്ടുമുറ്റത്ത് കുത്തിവീഴ്ത്തിയ 6 അംഗ സംഘത്തിൽ ഉൾപ്പെട്ട ഫസലുവാണ് 2 ആഴ്ചയ്ക്ക് ശേഷം പിടിയിലാകുന്നത്. കൊലയ്ക്ക് ശേഷം സംസ്ഥാനം വിട്ട ഫസലു 10 ദിവസമായി ബംഗളൂരുവിലായിരുന്നു. പ്രതി മലപ്പുറത്തെത്തിയെന്ന സൂചനയെ തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് ലോഡ്ജിൽ നിന്ന് പിടിയിലായത്. കൊല്ലപ്പെട്ട ഹനീഫയുടെ സഹോദരപുത്രനെ ആക്രമിച്ച കേസിലും 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. 1 മാസം മുമ്പ് നടന്ന സംഭവത്തിൽ അക്ബർ, ഗണേശൻ എന്നിവരാണ് പിടിയിലായത്. ഹനീഫയുടെ കൊലപാതകത്തിൽ നേരിട്ട് ബന്ധമുള്ളവരിൽ കസ്റ്റഡിയിലാകുന്ന 5ാമനാണ് ഫസലു. അതേസമയം ഹനീഫയുടെ കൊലപാതകത്തിൽ പങ്കില്ലെന്നും തനിക്കെതിരായ പരാതിയെക്കുറിച്ച് അറിയില്ലെന്നും മന്ത്രി CN ബാലകൃഷ്ണൻ വ്യക്തമാക്കി. അത് നോക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, പോലീസ് അന്വേഷണമുണ്ട്. അതിനെ കുറ്റക്കാരെ ശിക്ഷിക്കാനുള്ളത് അഭ്യന്തരമന്ത്രി പോയിട്ട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് തെറ്റ് ചെയ്ത ആരാണെങ്കിലും ശിക്ഷിക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതൊന്നും എന്നോട് ചോദിക്കേണ്ട. ഞാൻ പ്രസിൽ പറഞ്ഞിട്ടുണ്ട് ധാരണമായിട്ട്. അതിൽ ആരെ കുറ്റക്കാരെ വെച്ചാൽ അത് ഏത് രീതിയിൽ ശിക്ഷ വേണമെങ്കിലും കൊടുത്തു വരാൻ. അത് നിങ്ങളെ ആഭ്യന്തരമന്ത്രിയോട് ചോദിച്ചോളൂ. എന്നോട് ചോദിച്ചാൽ കക്ഷി ചെയ്യാനുണ്ട്. ഹനീഫയ്ക്ക് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ഗോപപ്രതാപന്റെ ഭീഷണിയുണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ഹനീഫയുടെ ഉമ്മ DGPക്ക് പരാതി നൽകിയിരുന്നു. മന്ത്രിക്കും ഗോപപ്രതാപനുമെതിരെ നിലപാടെടുത്തതിനാലാണ് ആക്രമിക്കുന്നതെന്ന് ഹനീഫയെ കുത്തുന്നവർ വിളിച്ചു പറഞ്ഞതായി കത്തിൽ ചൂണ്ടിക്കാട്ടി. കുറ്റവാളികളെ മന്ത്രി CN ബാലകൃഷ്ണൻ സംരക്ഷിക്കുകയാണെന്നും പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
വിവിധ വാഹന അപകടങ്ങളിലായി ഇന്ന് മരണമടഞ്ഞത് 8 മലയാളികൾ. ചേർത്തലയ്ക്കടുത്ത് ദേശീയപാതയിൽ KSRTC ബസ് കാറിന് മുകളിലേക്ക് മറിഞ്ഞാണ് 4 മരണം. 5 പേരുടെ നില അതീവ ഗുരുതരമാണ്. ദുരന്ത കാഴ്ചയിലേക്ക്. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ചേർത്തല ഭാഗത്തേക്ക് വന്ന KSRTC ബസ്സും ആലപ്പുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിച്ചത്. അപകടമുണ്ടായത് ചേർത്തല മായിത്തറയ്ക്ക് സമീപമായിരുന്നു. ബൈക്ക് യാത്രക്കാരൻ കാറിന് കുറുകെ ചാടിയതാണ് അപകട കാരണമെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ബസ് കാറിന് മുകളിലേക്ക് മറിയുകയായിരുന്നു. ഉടൻ തന്നെ പരിക്ക് പറ്റിയവരെ സ്വകാര്യ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും അപകടത്തിൽ 4 പേർ മരണപ്പെട്ടു. ചെങ്ങന്നൂർ സ്വദേശികളായ അനീഷ് എബ്രഹാം, ഭാര്യ ബിബിന, മനു എന്ന് വിളിക്കുന്ന എബ്രഹാം ചെറിയാൻ എന്നിവരാണ് മരണപ്പെട്ടത്. ബസ് യാത്രക്കാരിയായ ഒരു സ്ത്രീയും അപകടത്തെ തുടർന്ന് മരണപ്പെട്ടു. ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇനിയും അറിവായിട്ടില്ല. വിദേശത്ത് നിന്നും വരുന്ന ഭർത്താവിനെ കൂട്ടി നാട്ടിലേക്ക് വരും വഴിയാണ് അപകടമുണ്ടായതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. മൊത്തം 26 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ബാക്കിയുള്ളവർ ഇപ്പോഴും ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിലും ജനറൽ ആശുപത്രിയിലും ചികിത്സയിലാണ്. 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ബസിൻ്റെ അമിത വേഗമാണ് അപകട കാരണമെന്നും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ചേർത്തലയിൽ നിന്നും ഫയർഫോഴ്സും പോലീസും എത്തിയാണ് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ജില്ലാ കളക്ടറും അപകടത്തിന് ശേഷം ആശുപത്രിയിലെത്തി ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിച്ചു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഇടുക്കിയിലും പഴനിയിലുമുണ്ടായ 2 അപകടങ്ങളിലായി 4 പേരാണ് മരിച്ചത്. പഴനിയിൽ സ്വകാര്യ ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ചും ഇടുക്കിയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞുമാണ് അപകടമുണ്ടായത്. പഴനിയിലുണ്ടായ വാഹനാപകടത്തിൽ മലപ്പുറം കക്കാടംപൊയിൽ സ്വദേശി ജോസഫ്, പൂവപ്പാറ സ്വദേശി ഷിജോ എന്നിവരാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന ഓട്ടോ, ടാക്സി, സ്വകാര്യ വാഹനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടുക്കി ഏലപ്പാറയ്ക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് തിരുവനന്തപുരം കൈമനം സ്വദേശികളായ ചന്ദ്രൻ, ഭാര്യ വിജയശ്രീ എന്നിവരാണ് മരിച്ചത്. മൃതശരീരങ്ങൾക്കൊപ്പം സെൽഫി എടുക്കൂ, സമ്മാനം നേടൂ എന്ന മത്സരം അടുത്തിടെയാണ് റഷ്യയിൽ ആരംഭിച്ചത്. മൃതശരീരങ്ങൾക്കൊപ്പം നിന്ന് വ്യത്യസ്തങ്ങളായ ഫോട്ടോ എടുത്ത് റഷ്യൻ സമൂഹ മാധ്യമമായ VK.com പോസ്റ്റ് ചെയ്യുകയായിരുന്നു വേണ്ടത്. മികച്ച ചിത്രങ്ങൾക്ക് സമ്മാനങ്ങളും വാഗ്ദാനം ചെയ്തിരുന്നു. എന്തായാലും പരാതിയെ തുടർന്ന് അധികൃതർ നടപടി ആരംഭിച്ചു കഴിഞ്ഞു. ചുമ്മാ സെൽഫി എടുത്താൽ പോരാ, ഫോട്ടോ എടുക്കുന്നയാൾ മൃതശരീരത്തിനടുത്ത് നിന്ന് ചിരിച്ചുകൊണ്ട് വേണം ഫോട്ടോ എടുക്കാൻ. മികച്ച സെൽഫിക്ക് $15 മുതൽ $75 വരെ, അതായത് ഏകദേശം 900 മുതൽ 4500 രൂപ വരെയായിരുന്നു സമ്മാന വാഗ്ദാനം. അതോടെ വീട്ടിലെ മരണാനന്തര ചടങ്ങുകൾക്കിടയിലും മോർച്ചറിയിലും ആശുപത്രിയിലും നിന്നുവരെ ഇത്തരം ഡെഡ് ബോഡി സെൽഫികൾ എടുക്കപ്പെട്ടു. മത്സരം നടക്കുന്ന കമ്മ്യൂണിറ്റി പേജ് നിറയെ ഇത്തരം ചിത്രങ്ങളുമായി. കാർ അപകടത്തിൽ മരിച്ച 13 വയസ്സുള്ള പെൺകുട്ടിക്കടുത്ത് ചിരിച്ചുകൊണ്ട് നിന്ന് സെൽഫി എടുക്കുന്നവരിൽ ഏറ്റവും മികച്ചതിന് $75 എന്ന വാഗ്ദാനം വന്നതോടെയായിരുന്നു സംഗതി സീരിയസ് ആയത്. മരിച്ച പെൺകുട്ടിയുടെ വിവരങ്ങളും ഫോട്ടോയും ഒപ്പമുണ്ടായിരുന്നു. തങ്ങളുടെ മകളുടെ മരണാനന്തര ചടങ്ങിന് സകലരും മൊബൈൽ ക്യാമറയുമായി എത്തി ചിരിച്ചു നിൽക്കുമെന്ന് ഭയന്ന് മാതാപിതാക്കൾ പോലീസിന് പരാതി നൽകുകയായിരുന്നു. അതോടെയാണ് സംഭവത്തിനു പിന്നിൽ ഒരാളാണോ അതോ ഏതെങ്കിലും ഗ്രൂപ്പാണോ എന്ന് അധികൃതർ അന്വേഷണം ആരംഭിച്ചത്. പക്ഷേ കമ്മ്യൂണിറ്റിയുടെ തലവനെന്നറിയപ്പെടുന്ന ആൽഫ്രഡ് എന്നയാളെ ഓൺലൈനിലെ സംശയാസ്പദമായ പോസ്റ്റുകളുടെ പേരിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണിപ്പോൾ. 28-കാരനായ സർവകലാശാല പ്രൊഫസറാണ് ആൽഫ്രഡ് എന്നാണ് നിലവിലെ വിവരം. മരണത്തോടുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റാനാണ് താൻ ഇങ്ങനെയൊരു സംരംഭം തുടങ്ങിയതെന്നും കക്ഷി പറയുന്നു. റഷ്യയിൽ ഏറെ പ്രചാരത്തിലുള്ള VK വെബ്സൈറ്റിലെ സെൽഫി വിത്ത് ദ ഡിസീസ്ഡ് എന്ന കമ്മ്യൂണിറ്റിയിലാണ് മത്സരം നടന്നു വന്നത്. മറ്റ് സോഷ്യൽ മീഡിയകൾ മത്സരം ഏറ്റുപിടിക്കുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ സൈബർ ലോകം. ന്യൂസ് ഡെസ്ക്. കേരളത്തിൽ കുറ്റകൃത്യങ്ങളുടെ തോത് കുറഞ്ഞതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണത്തിലും കുറവുണ്ടായതായും ആഭ്യന്തരമന്ത്രി അവകാശപ്പെട്ടു. തിരുവനന്തപുരത്ത് നിന്ന് ജീവൻകുമാർ റിപ്പോർട്ട് നൽകുന്നു. പോലീസ് വകുപ്പിലെ വിവിധ പദ്ധതികളുടെ അവലോകന യോഗത്തിനു ശേഷം മാധ്യമങ്ങളെ കണ്ട ആഭ്യന്തരമന്ത്രി കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞതായി അവകാശപ്പെട്ടു. സമീപകാലത്തായി കേരളത്തിൽ കൊലപാതക വധശ്രമ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന എണ്ണം കുറഞ്ഞിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ദേശീയ ശരാശരിയിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമണങ്ങളിൽ കേരളം വളരെ പിന്നിലായതായും മന്ത്രി അവകാശപ്പെട്ടു. പോലീസിന്റെ പെരുമാറ്റ രീതിയിൽ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ബീറ്റ് പദ്ധതിയിൽ അഴിമതി ഉണ്ടായിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അത് അഴിമതിയല്ല, അതിനകത്ത് അത് വർക്ക് ചെയ്തില്ല എന്നുള്ളതാണ് പ്രശ്നം. അത് സെർവർ കിട്ടാത്തതുകൊണ്ടാണ്. അത് DGP പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ അതിന് പരിഹാരം ഉണ്ടാവും. ബീറ്റ് അഴിമതിയെ ചൊല്ലി പോലീസിലെ ഉന്നതർക്കിടയിലെ ചേരിപ്പോര് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെ: അല്ല, ഇനി ആരും അങ്ങനെ ലവ് ലെറ്റർ എഴുതത്തില്ല, പേടിക്കണ്ട. അത് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇല്ല ഒരു താക്കീതുണ്ട്, ഇനിയിപ്പോൾ ആരും അങ്ങനെ എഴുതരുതെന്ന്.
നിർഭയ കേരളം അടക്കമുള്ള സ്ത്രീ സുരക്ഷാ പദ്ധതി നടത്തിപ്പിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും കേന്ദ്ര ഫണ്ട് കിട്ടാത്തതാണ് പദ്ധതി അവതാളത്തിലാകാൻ കാരണമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ 19 പോലീസ് ജില്ലാ മേധാവികളുമായും മന്ത്രി വീഡിയോ കോൺഫറൻസ് നടത്തി. നളിനി നെറ്റോ, ടി.പി. സെൻകുമാർ, എ. ഹേമചന്ദ്രൻ, അരുൺകുമാർ സിൻഹ, നിതിൻ അഗർവാൾ എന്നിവർ പങ്കെടുത്തു. എസ്. ജീവൻകുമാർ, തിരുവനന്തപുരം. സ്വന്തം ചാരിത്രവും അന്തസ്സും കാത്തു സൂക്ഷിക്കേണ്ടത് ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്തമാണെന്ന് ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി. മാനഭംഗപ്പെടുത്തിയെന്ന യുവതിയുടെ പരാതിയിലായിരുന്നു കോടതിയുടെ വിവാദ പരാമർശം. സ്വന്തം ചാരിത്രവും അന്തസ്സും കാത്തു സൂക്ഷിക്കേണ്ടത് ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്തമെന്നാണ് ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയുടെ പരാമർശം. വിവാഹിതനായ ഒരു പുരുഷൻ തന്നെ മാനഭംഗപ്പെടുത്തിയെന്ന യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കോടതിയുടെ നിരീക്ഷണം. പുരുഷൻ ഒരിക്കലും ഒരു സ്ത്രീയെയും ശാരീരിക ബന്ധത്തിന് നിർബന്ധിക്കാറില്ല. സ്വന്തം ശരീരത്തെ സംരക്ഷിക്കേണ്ടത് സ്ത്രീയുടെ ഉത്തരവാദിത്തമാണ്. ഒരു ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ തന്റെ അന്തസ്സും അഭിമാനവും നഷ്ടപ്പെടുത്താതെ നോക്കേണ്ടത് സ്ത്രീയുടെ കടമയാണെന്നും കോടതി പറഞ്ഞു. വിവാഹ വാഗ്ദാനം ചെയ്ത് കഴിഞ്ഞ 1 വർഷത്തിലധികമായി ഇയാൾ താനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നുവെന്നാണ് യുവതിയുടെ പരാതി. എന്നാൽ പരാതിക്കാരിയായ യുവതിയും പ്രതിയായ യുവാവും അപരിചിതരല്ല എന്നും ഇരുവരും സുഹൃത്തുക്കളാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പ്രതിയായ യുവാവ് വിവാഹിതനാണെന്ന് അറിഞ്ഞിട്ടും അയാളുമായി ശാരീരിക ബന്ധം പുലർത്തിയത് യുവതിയുടെ തെറ്റാണ്. അതിൽ നിന്നും അയാളെ പിന്തിരിപ്പിക്കേണ്ടത് യുവതിയായിരുന്നുവെന്നും കോടതി പറയുന്നു. എന്തായാലും കോടതി പരാമർശം ദേശീയ തലത്തിൽ തന്നെ ചർച്ചയായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്. സിറിയയിൽ വീണ്ടും ISന്റെ കൊടും ക്രൂരത. രാജ്യത്തെ പ്രമുഖ പൗരാണിക നഗരമായ പാൽമിറയുടെ ചരിത്രകാരനും പുരാവസ്തു വിദഗ്ധനുമായ ഖാലിദ് അൽ അസദിനെ IS തീവ്രവാദികൾ കഴുത്തെടുത്ത് കൊലപ്പെടുത്തി. നഗരത്തിലെ സ്വർണ്ണ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഭീകരർക്ക് കൈമാറാതിനെ തുടർന്നായിരുന്നു കൊലപാതകം. പ്രതീക്ഷയുടെ ഒരു തിരുനാളം ആ മനസ്സിൽ അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. ഭീകരരായാലും അവരും മനുഷ്യരല്ലേ. മാനവരാശിയുടെ ചരിത്രമുറങ്ങുന്ന ഒരു ഭൂപ്രദേശത്തിൻ്റെ സാംസ്കാരിക സവിശേഷതകൾ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ തനിക്കാകും എന്ന വിശ്വാസത്തിൽ തന്നെയായിരുന്നു ഖാലിദ് അൽ അസദ്. സിറിയയിലെ ചരിത്ര പ്രാധാന്യമുള്ള നഗരമായ പാൽമിറ സിറിയൻ സൈന്യത്തിൽ നിന്ന് ISIS ഭീകരർ പിടിച്ചടക്കിയതറിഞ്ഞിട്ടും ഖാലിദ് ആ നഗരം വിടാതിരുന്നതും അതുകൊണ്ട് തന്നെയായിരുന്നു. യുനെസ്കോ ലോക പൈതൃക നഗരത്തിൽപ്പെടുത്തി അംഗീകരിച്ച പാൽമിറ നഗരത്തിൻ്റെ പൗരാണിക ചരിത്രം ലോകത്തിന് മുന്നിൽ തുറന്നുവെച്ചയാളാണ് ഖാലിദ്. പുരാതന ഗ്രീക്ക് റോമൻ ശില്പകലയുടെ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഇവിടുത്തെ പല ചരിത്ര സ്മാരകങ്ങളും ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തതും പുരാവസ്തു വിദഗ്ധനായ ഖാലിദ് തന്നെയായിരുന്നു. ആ നഗരത്തെ അത്രയ്ക്ക് സ്നേഹിച്ചതുകൊണ്ടാകാം ഖാലിദ് നഗരം വിടാൻ മടിച്ചതും. എന്നാൽ സംസ്കാര ശേഷിപ്പുകളെല്ലാം തകർക്കുന്ന IS ഭീകരർ ആ മനുഷ്യനെ നിർദ്ദയം കൊന്നുതള്ളി. 82കാരനായ ഖാലിദിനെ കഴുത്തറുത്ത് കൊന്ന IS ഭീകരർ മൃതദേഹം ഒരു വിളക്ക് കാലിൽ കെട്ടിത്തൂക്കുകയും ചെയ്തു. 1 മാസത്തോളം തടവിലിച്ച ശേഷമായിരുന്നു ഭീകരർ അദ്ദേഹത്തെ ക്രൂരമായി കൊന്നത്. ചരിത്ര പ്രാധാന്യമുള്ള നഗരത്തിലെ സ്വർണ്ണ നിക്ഷേപങ്ങൾക്കായുള്ള തെരച്ചിലിൽ സഹകരിക്കാത്തതിനായിരുന്നു IS ഭീകരരുടെ ഈ ക്രൂരത. ഖാലിദ് അൽ അസദ് എന്ന മനുഷ്യൻ്റെ ചോര തെരുവിൽ വീഴുമ്പോൾ ചരിത്രത്തിൻ്റെ താളുകളിൽ കണ്ണീർ മഷി പടരുന്നത് നാം അറിയുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്. വിഘടനവാദി നേതാക്കളെ കരുതൽ തടങ്കലിലാക്കിയും വിട്ടയച്ചും കാശ്മീരിൽ രാഷ്ട്രീയ കളി. ഞായറാഴ്ച നടക്കുന്ന ഇന്ത്യ പാക് ഉഭയകക്ഷി ചർച്ചയ്ക്ക് മുന്നോടിയായി വിഘടനവാദി നേതാക്കളെ കരുതൽ തടങ്കലിലാക്കിയ കാശ്മീർ സർക്കാർ മണിക്കൂറുകൾക്ക് ശേഷം വിട്ടയച്ചു. കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമാണ് നേതാക്കളെ കരുതൽ തടങ്കലിലാക്കിയത്. ഇതിൽ പ്രതിഷേധിച്ച് മുഫ്തി മുഹമ്മദ് സയ്യിദ് നേതാക്കളെ വിട്ടയക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഞായറാഴ്ച ദില്ലിയിൽ നടക്കുന്ന ഇന്ത്യ പാക് ഹൈക്കമ്മീഷണർമാരുടെ ചർച്ചയ്ക്ക് മുന്നോടിയായി കാശ്മീർ വിഘടനവാദി നേതാക്കളെ പാക് സുരക്ഷാ ഉപദേഷ്ടാവ് സർജാദ് അസീസ് ചർച്ചയ്ക്ക് ക്ഷണിച്ചിരുന്നു. എന്നാൽ ഇന്ത്യ പാക് പ്രശ്നത്തിൽ വിഘടനവാദികൾ ഇടപെടേണ്ട എന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത്. തുടർന്ന് നാടകീയ സംഭവങ്ങൾക്കാണ് ഇന്ന് രാവിലെ മുതൽ കാശ്മീർ സാക്ഷ്യം വഹിച്ചത്. ഹുറിയത്ത് കോൺഫറൻസ് നേതാവ് സയ്യിദ് അലി ഷാ ഗിലാനി, ഹുറിയത്ത് കോൺഫറൻസ് ചെയർമാൻ ഉമർ ഫാറൂഖ് എന്നിവരെ കാശ്മീർ പോലീസ് വീട്ടുതടങ്കലിലാക്കി. കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് ചെയർമാൻ യാസിൻ മാലിക്കിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലെത്തിച്ചു. എന്നാൽ 2 മണിക്കൂറിലെ കസ്റ്റഡിക്ക് ശേഷം ഇവരെ പോലീസ് മോചിപ്പിച്ചു. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ഇവരെ മോചിപ്പിച്ചത്. പാകിസ്ഥാൻ തുടരുന്ന വെടിനിർത്തൽ കരാർ ലംഘനമടക്കം ഉധംപൂരിൽ നടന്ന ഭീകരാക്രമണം വരെ യോഗത്തിൽ ചർച്ച ചെയ്യാനായിരുന്നു തീരുമാനം. അതിർത്തിയിലെ സമാധാനം തിരിച്ചുകൊണ്ടുവരുന്നതിനുള്ള ചർച്ചയായി കണ്ടാണ് ഇന്ത്യ യോഗത്തിന് മുൻകൈ എടുത്തത്. ഇതിന് പിന്നാലെയാണ് വിഘടനവാദി നേതാക്കളെ പാക് ഹൈക്കമ്മീഷണർ ചർച്ചയ്ക്ക് വിളിച്ചത്. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു വിഘടനവാദി നേതാക്കളെ തടവിലാക്കിയത്. എന്നാൽ മുഖ്യമന്ത്രി മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ നിർദ്ദേശപ്രകാരം ഇവരെ 2 മണിക്കൂറിനകം മോചിപ്പിച്ചു. BJP പിന്തുണയോടെയാണ് മുഫ്തി മുഹമ്മദ് ഭരിക്കുന്നതെങ്കിലും ജമ്മു കാശ്മീർ തർക്കത്തിൽ ഇരുവിഭാഗവും തട്ടിലാണ് എന്ന് ഉറപ്പിക്കുന്നതാണ് സംഭവം. ന്യൂസ് ബ്യൂറോ, ദില്ലി. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ RSS ഇടപെടലുകൾക്കും പോലീസ് അതിക്രമത്തിനുമെതിരെ വിദ്യാർത്ഥികൾ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന്. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ദ്രോഹിച്ചും പുറത്താക്കിയും അധികാര കസേര ഉറപ്പിക്കാമെന്ന ചെയർമാൻ സ്വപ്നം കാണേണ്ടെന്ന് വിദ്യാർത്ഥികൾ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. RSS ഇടപെടലിലൂടെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനാക്കിയ ഗജേന്ദ്ര ചൗഹാന്റെയും മറ്റ് 4 പേരുടെയും രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം രാജ്യവ്യാപകമാക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം.
സമരം ചെയ്ത വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കി പുറത്താക്കുക എന്ന ഡയറക്ടർ പ്രശാന്ത് പത്രബയുടെ നിലപാടിനെതിരെ രാജ്യമൊട്ടാകെ സമര പരിപാടികളുമായി മുന്നോട്ടു പോകും. ഇതിനു മുന്നോടിയായി ദില്ലിയിലെ ജന്തർ മന്ദറിൽ സമര പരിപാടികൾക്ക് തുടക്കമിടും. രാജ്യത്തെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളുടെ പിന്തുണയും ഇതിനായി സ്വീകരിക്കും. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ദ്രോഹിച്ചും പുറത്താക്കിയും അധികാര കസേര ഉറപ്പിക്കാമെന്ന ഗജേന്ദ്ര ചൗഹാന്റെ നയത്തിനെതിരെ പ്രക്ഷോഭം നടത്തുമെന്ന് വിദ്യാർത്ഥികൾ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ഈ സ്ട്രൈക്ക് കോൾ ഓഫ് ചെയ്യാൻ ഇങ്ങനത്തെ ഷെയ്ഡി ടാക്ടിക്സ് യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് പറ്റില്ല എന്ന് ഗവൺമെന്റ് ശരിക്കും മനസ്സിലാക്കണം. ദേ ഷുഡ് ആക്ച്വലി സിറ്റ് ആൻഡ് നെഗോഷിയേറ്റ് ഓൺ ടോപ്പിക്സ് ദാറ്റ് നീഡ് ടു ബി ഡിസ്കസ്ഡ്. നമ്മൾ 70 ദിവസമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യേണ്ടത്, അല്ലാതെ ഈ സ്റ്റുഡൻസിൻ്റെ അല്ല. ഇന്ന് 5 ആൾ പോയി കഴിഞ്ഞാൽ നാളെ 5 ആൾ പോകും. അതിനൊന്നും പേടിച്ചിട്ട് FTI സ്റ്റുഡൻസ് ഒരിക്കലും പിന്മാറില്ല. യുവാക്കൾക്ക് വലിയ വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിലേറിയ നരേന്ദ്രമോദി വിദ്യാർത്ഥികളുടെ പ്രശ്നം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും രക്ഷിതാക്കൾ പറഞ്ഞു. യൂത്തിന് വേണ്ടി ഇപ്പോൾ യൂത്ത് സ്ട്രൈക്ക് ചെയ്യുന്നത്. സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് വന്ന് ചോദിക്കുക എന്താ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന്. ഇതുവരെ പ്രൈം മിനിസ്റ്റർ ഒരു വാർത്തയും കൂടെ ഇത് ചെയ്തിട്ടില്ല ഇതിനെ കുറിച്ചിട്ട്. സോ അത് that shows that he is not really with the youth. അർദ്ധരാത്രി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കടന്ന് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കിയ പോലീസ് നടപടിക്കെതിരെ രാജ്യവ്യാപകമായി പ്രക്ഷോഭം ഉയർന്നിരുന്നു. ഒരാൾക്ക് 3000 രൂപ വ്യവസ്ഥയിലാണ് വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിച്ചത്. ഏറെ നാളുകളെ അടച്ചിട്ട ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിദ്യാർത്ഥികൾക്ക് പ്രൊജക്ട് പൂർത്തീകരിക്കാൻ അവസരം നൽകില്ലെന്നാണ് ഡയറക്ടർ പ്രശാന്ത് പത്രബെ നിലപാട് സ്വീകരിച്ചത്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കാവ്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ കടുത്ത സമര പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. തങ്ങളുടെ സഹപാഠികൾക്ക് നീതി ലഭിക്കുന്നതുവരെ ഈ പ്രക്ഷോഭം തുടരും. ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം മനുശങ്കരൻ, ദില്ലി. ബില്ലാദിന്റെ പാത പിന്തുടർന്ന് മകൻ ഹംസ ബില്ലാദിനും ഭീകരവാദത്തിലേക്കെന്ന് റിപ്പോർട്ടുകൾ. ബ്രിട്ടൻ അടക്കം അമേരിക്കയുടെ സഖ്യകക്ഷികളായ എല്ലാ രാഷ്ട്രങ്ങൾക്കുമെതിരെ വിശുദ്ധ യുദ്ധത്തിനൊരുങ്ങാൻ ആഹ്വാനം ചെയ്താണ് ഒസാമ ലാദന്റെ മകൻ ഹംസ രംഗത്തെത്തിയിരിക്കുന്നത്. ആ റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. പിതാവ് തുടങ്ങിവെച്ച ദൗത്യം പൂർത്തീകരിക്കാൻ മകനായ ഹംസ ബിൻ ലാദൻ ഒരുങ്ങിയിരിക്കുകയാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ക്രൗൺ പ്രിൻസ് ഓഫ് ടൈഗർ എന്ന പേരിലാണ് ഹംസ അറിയപ്പെടുന്നത്. ഹംസ ബിൻ ലാദന്റേതെന്ന് അവകാശപ്പെടുന്ന ഓഡിയോ സന്ദേശം അൽ-ഖ്വയ്ദ പുറത്തുവിട്ടു. അമേരിക്കയും സഖ്യരാജ്യങ്ങളെയും ആക്രമിക്കണമെന്നാണ് ട്വിറ്ററിലൂടെ അൽ-ഖ്വയ്ദ അനുഭാവികൾ പങ്കുവച്ച സന്ദേശത്തിൽ പറയുന്നു. ഹംസ ബിൻ ലാദൻ ഭീകര ഗ്രൂപ്പിന്റെ ഔദ്യോഗിക അംഗമായ പശ്ചാത്തലത്തിലാകാം ഇത്തരമൊരു സന്ദേശം ഭീകര സംഘടന പുറത്തുവിട്ടതെന്നാണ് കരുതപ്പെടുന്നത്. 2011 പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് നടത്തിയ മിന്നലാക്രമണത്തിലാണ് ഒസാമ ബിൻ ലാദൻ കൊല്ലപ്പെട്ടത്. അക്കാലത്ത് സംഘടനയുടെ സെക്കൻഡ് ഇൻ കമാൻഡറായിരുന്ന ഐമാൻ അൽ സവാഹിരിയാണ് പിന്നീട് അൽ-ഖ്വയ്ദയെ നയിച്ചിരുന്നത്. 20കളുടെ മധ്യേ പ്രായമുണ്ടെന്ന് കരുതപ്പെടുന്ന ഹംസ ബിൻ ലാദനെ സംബന്ധിച്ച വിവരങ്ങൾ സംഘടന രഹസ്യമായി സൂക്ഷിക്കുകയാണ്. 2001 അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ അധിനിവേശം നടത്തുമ്പോൾ ഹംസ താലിബാൻ പോരാളികൾക്കിടയിൽ നിൽക്കുന്ന ചിത്രം അൽ ജസീറ പുറത്തുവിട്ടിരുന്നു. കാബൂൾ, ബാഗ്ദാദ്, ഗാസ എന്നിവിടങ്ങളിലുള്ള അനുയായികളോട് അമേരിക്ക, UK, ഫ്രാൻസ്, ഇസ്രയേൽ എന്നീ രാജ്യങ്ങൾക്കെതിരെ വിശുദ്ധ യുദ്ധം നടത്താനാണ് ഹംസ ആഹ്വാനം ചെയ്യുന്നത്. അൽ-ഖ്വയ്ദയുടെ രൂപീകരണ കാലം മുതലേ പിതാവായ ലാദനൊപ്പം ഉണ്ടായിരുന്ന ഹംസയുടെ ഇടപെടലിലൂടെ അൽ-ഖ്വയ്ദയുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുമെന്ന ആശങ്കയും ഇതോടൊപ്പം ശക്തമാവുന്നു. ന്യൂസ് ഡെസ്ക്.